പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ദൈവപാദപീഠത്തിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഈ പ്രഭാതം നമുക്ക് ദാനമായി തന്നതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ആയുസ്സിൽ കാണാത്തൊരു പുത്തൻ പ്രഭാതം, പുതിയ പുലരി കാണുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തന്ന നല്ല ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവം ചെയ്ത എല്ലാ നല്ല ഉപകാരങ്ങൾക്കും നന്മകൾക്കും ദൈവമായ കർത്താവ് ആയുസ്സിനെയും ആരോഗ്യത്തെയും ദീർഘിപ്പിച്ച് പുതിയ പ്രഭാതം കാണുവാൻ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത പ്രഭാതം കാണുവാൻ, അപ്പോൾ തന്നെ ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്മകൾക്കും അർഹതയില്ലാത്ത ഇരുന്നിടത്ത്, യോഗ്യതയില്ലാതിരുന്നിടത്ത് യോഗ്യരാക്കി അർഹരാക്കി നമ്മളെ മാറ്റി ദൈവകൃപ ധാരാളമായി പകർന്നു തന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നിർത്തിയിരിക്കുന്ന ദൈവസ്നേഹത്തിനായി കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാതം പ്രാർത്ഥനയോടുകൂടി ദൈവവചന ധ്യാനത്തിനായി മത്തായി സുവിശേഷം 9-ാം അധ്യായം 27, 28, 29 വാക്യങ്ങൾ വായിക്കുന്നു. യേശു അവിടെ നിന്ന് പോകുമ്പോൾ 2 കുരുടന്മാർ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് പിന്തുടർന്നു. അവൻ വീട്ടിലെത്തിയപ്പോൾ കുരുടന്മാർ അവൻ്റെ അടുക്കൽ വന്നു. ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നുവോ എന്ന് യേശു ചോദിച്ചതിന് ഉവ്വ് കർത്താവേ എന്ന് അവർ പറഞ്ഞു. അവൻ അവരോട്, കണ്ണുതൊട്ട് നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഈ അവസാനത്തെ ഭാഗം മാത്രം വായിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അവസാനത്തെ ഭാഗം വായിക്കുമ്പോൾ തൊട്ടുമുള്ള ഭാഗമൊക്കെ എഴുതിയിട്ടുണ്ട്. പള്ളിപ്രമാണി വന്ന് അവിടെ അവളുടെ കുഞ്ഞ് മകൾ മരിച്ചുപോയ കുഞ്ഞിനെ ഉയർപ്പിക്കുന്ന അടുത്ത മുകളിലത്തെ സംഭവം. അവിടെ നിന്ന് പോരുമ്പോഴാണ് 2 കുരുടന്മാർ വന്നത്. അതിൻ്റെ അവസാനത്തെ വാക്യം 29-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. അവൾ അവരോട്, കർത്താവേ എന്ന് അവർ പറഞ്ഞു. കർത്താവേ എന്ന് അവർ പറഞ്ഞു. അവൻ അവരോട് അവരുടെ കണ്ണു തൊട്ടു. അടുത്ത വാക്കാണ്, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ. ഈ വാക്കൊന്ന് കോട്ടിട്ടിട്ട് ആ വാക്ക് മാത്രം ഒന്ന് നടത്തിയെടുത്തിട്ട് ആ വചനം ഈ പ്രഭാതത്തിൽ ഒന്ന് മനനം ചെയ്തേ, ഒന്ന് ധ്യാനിച്ചേ, ഒന്ന് ഹൃദയത്തിനകത്തേക്ക് ആ വാക്ക് വരട്ടെ. അവസാനത്തെ ആ വാക്ക് മാത്രം, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ. ഇന്നത്തെ സന്ദേശം അതാ, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ. നീ ഒരു ദൈവവൈദ്യരല്ലേ കുഞ്ഞെ? ഈ വചനം കേൾക്കുമ്പോൾ നീ യേശുവിൻ്റെ മകളാണ്. യേശുവിൻ്റെ നാമം ധരിക്കുന്ന ആളാണ്. പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ആളാണ്. ഈ അവസാനത്തെ വാക്ക് മാത്രമേ നിന്നോട് പറയാനുള്ളൂ, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ അല്ലെങ്കിൽ ഈ വചനം കേൾക്കുമ്പോൾ നിന്റെ വിശ്വാസം എങ്ങനെയായിരിക്കുന്നു? ആ കുരുടന്മാരായ മനുഷ്യരോട് ചോദിക്കുന്നു. യേശു കർത്താവ് ചോദിച്ചു, അവിടെ വിട്ട് പോരുമ്പോൾ പുറകെ വന്നു, വീട്ടിൽ ചെന്നപ്പോൾ അവിടെ വന്നു. അപ്പോൾ ചോദിച്ചു, എനിക്കിത് ചെയ്യുവാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? മറുപടി പറയാ, ഉവ്വ് കർത്താവേ എന്ന് പറഞ്ഞു. അവരോട് തിരിച്ചുള്ള മറുപടി കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ. ഇന്ന് പ്രാർത്ഥിക്കുന്ന ദൈവകുഞ്ഞിനോട് ഇതേ വാക്ക് ഒന്ന് ആവർത്തിച്ച് പറയട്ടെ, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. എന്താ നിന്റെ വിശ്വാസം? നിന്റെ തലമുറ അത് പാസ്സാകുമെന്നാണോ? വിശ്വാസം പോലെ ഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത് ഏറ്റെടുത്ത് പറഞ്ഞു. എന്താ നിന്റെ വിശ്വാസം? ഈ രോഗം സൗഖ്യമാകുമെന്നാണോ? വിശ്വാസം പോലെ ഭവിക്കട്ടെ. ഈ പ്രതിസന്ധിയെ നീ ഓവർകം ചെയ്യുമെന്നാണോ? വിശ്വാസം പോലെ ഭവിക്കട്ടെ. കുഞ്ഞെ, ഈ പ്രതിസന്ധി അല്ല, പ്രതിസന്ധിയുടെ മുകളിൽ, ഈ ചെറിയ പ്രതിസന്ധിയുടെ മുകളിൽ നിന്നെ കരം പിടിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരമുണ്ട്. പ്രതിസന്ധിയുടെ മുകളിൽ നിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരമുണ്ട്. ഈ പ്രതിസന്ധി അല്ല വലുത്, പ്രതിസന്ധിയുടെ മുകളിൽ കർത്താവ് നിന്റെ കരം പിടിക്കുന്നതാ തിരിച്ചറിയേണ്ടത്. ഹല്ലേലൂയ. പ്രതിസന്ധിയുടെ മുകളിൽ കർത്താവ് നിന്റെ കരം പിടിച്ചിരിക്കുന്നു. കുഞ്ഞെ, നീ അതൊന്ന് തിരിച്ചറിഞ്ഞേ. പ്രതിസന്ധിയല്ല, ഗോലിയാത്തല്ല വലുത്. ഗോലിയാത്തിനെ സൃഷ്ടിച്ച ദൈവം, ആ ദാവീദ് പറയുമ്പം, യേശുവിൻ്റെ നാമത്തിൽ, നീ നിന്ദിക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിലാണ് ഞാൻ വരുന്നത്. അവരെ ആ ഗോലിയാത്തിനേക്കാൾ വലിയ കർത്താവുണ്ട്. ദാവീദ് നോക്കുമ്പോൾ സിംഹത്തേക്കാൾ വലിയ കർത്താവുണ്ട്. രാജാക്കന്മാരെക്കാൾ വലിയൊരു ദൈവമുണ്ട്. സിംഹക്കുട്ടി കിടക്കുന്ന ദാനിയേൽ നോക്കുമ്പോൾ സിംഹത്തെ സൃഷ്ടിച്ച ആ ദൈവമുണ്ട്. ഇന്ന് നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ വചനം ഒന്ന് ഏറ്റെടുത്തേ, ഈ വാക്ക് മാത്രം. ഏതാ കുഞ്ഞെ നിന്റെ വിശ്വാസം? നീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നത്, വിശ്വാസത്തോടു കൂടി ഈ മലയോട് ചാടി കടലിൽ ചെന്ന് നട്ടുപോകാൻ എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും. അപ്പോൾ വിശ്വാസത്തിൻ്റെ വാക്ക് കുഞ്ഞെ നീ ഒന്ന് ആവർത്തിച്ച് പറഞ്ഞേ. ഏതാ നിന്റെ വിശ്വാസം? നിന്റെ തലമുറ രക്ഷപ്പെടുമെന്ന്, നിന്റെ ഈ ഭാവി രക്ഷപ്പെടുമെന്ന്, നിനക്കൊരു അനുഗ്രഹം ഉണ്ടാകുമെന്ന്, നിന്റെ കുടുംബം നന്നാകുമെന്ന്, നിന്റെ തലമുറ നിത്യതയിൽ എത്തിച്ചേരുമെന്ന്, നീ നഷ്ടപ്പെട്ടു പോകുകയില്ല, നീ നിത്യതയിൽ എത്തിച്ചേരുമെന്ന്. ഏതൊക്കെ പ്രതിസന്ധികളും ഏതൊക്കെ ബുദ്ധിമുട്ടും ഉണ്ടായാലും നിന്റെ ജീവിത പടക് ലക്ഷ്യസ്ഥാനത്ത് അക്കരെ വരെ എത്തിച്ചേരുമെന്ന്, നിത്യതയിൽ എത്തുമെന്ന്. ഈ വിശ്വാസത്തിൽ നീ ഉറച്ച കുഞ്ഞേ.
ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ ആ വാക്ക് ശ്രദ്ധേയമാ. ഒരിക്കൽ രക്തസ്രാവക്കാരി സ്ത്രീ വന്ന് യേശുവിനെ തൊട്ടു. 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ വന്ന് യേശുവിനെ തൊട്ടു. അവൾ തൊടുന്നതിന് മുമ്പ് പറഞ്ഞു, അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലെങ്കിലും ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. മനസ്സിലാകാത്ത കാര്യം, അതിനു മുമ്പ് ഏറിയോന്ന് സഹിച്ചു, വൈദ്യന്മാരാൽ ഏറിയോന്ന് സഹിച്ചു, ഉള്ളതെല്ലാം വിറ്റു. അവസാനമായി യേശുവിനെ, ആ വാക്ക് അവൾക്ക് പ്രസക്തമാണ്. അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. അവൾ ചെന്നു, പുരുഷാരത്തിൻ്റെ ഇടയിൽ യേശുവിനെ തൊട്ടു, യേശുവിനെ തൊട്ടു, യേശുവിനെ തൊട്ടു. യേശു നിന്നു. ജനം തിക്കി തിരക്കുന്നതിനിടയ്ക്ക് പറഞ്ഞു, ആരോ എന്നെ തൊട്ടു. ആരാ എന്നെ തൊട്ടത്? എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ശിഷ്യന്മാർ ചോദിച്ചു, എല്ലാവരും തൊട്ടുരുമിയല്ല നടക്കുന്നത്. അതെ, പക്ഷേ ഇതിനിടയിൽ ആരോ എന്നെ തൊട്ടു. ആ തൊട്ടയാൾ, അത് വിശ്വാസത്തോടെ തൊട്ട ഒരാൾ, ഒറ്റയാൾ മാത്രം, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. അതെ, ആ സ്ത്രീയോട് യേശു കർത്താവ് പറഞ്ഞ വാക്ക്, സ്ത്രീയെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നിന്റെ വിശ്വാസം ഏതാ? ആരിലെങ്കിലുമുള്ള വിശ്വാസമല്ല, നിന്നിൽ തന്നെയുള്ള വിശ്വാസമല്ല, യേശുവിനുള്ള വിശ്വാസം. അവളുടെ വിശ്വാസം ഒന്ന് തുറന്നു പറഞ്ഞാൽ, അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലെങ്കിലും ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. ഇന്ന് നീ യേശുവിനെ വിശ്വസിക്കുന്നുണ്ടോ? ആ വിശ്വാസമുണ്ടല്ലോ, എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുവോ എന്ന് ഗുരുന്മാരോട് ചോദിക്കുമ്പോൾ, കർത്താവേ, നിന്റെ വിശ്വാസം പോലെ ഭവിക്കട്ടെ, നിന്റെ വിശ്വാസം പോലെ ഭവിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ അതേ വാക്കൊന്ന് ആവർത്തിച്ച് ആ സ്ത്രീയോട് ഒരു തരത്തിൽ പറഞ്ഞ അത് തന്നെയല്ലേ, അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലെങ്കിലും ഇത് തൊട്ടാൽ സൗഖ്യം വരും. അതേ, നിന്റെ വിശ്വാസം പോലെ ഭവിക്കട്ടെ. ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, കുഞ്ഞെ, നിന്റെ വിശ്വാസം പോലെ ഭവിക്കട്ടെ, നിന്റെ വിശ്വാസം പോലെ ഭവിക്കട്ടെ. നീ കർത്താവിലൊന്ന് വിശ്വസിച്ച്, നിന്റെ വിശ്വാസം പോലെ ഭവിക്കട്ടെ. വിശ്വാസം ചെറുതല്ല, വിശ്വാസം വളരട്ടെ. നിന്റെ വിശ്വാസം പോലെ ഭവിക്കട്ടെ. ദൈവത്തെ വിശ്വസിക്കുന്നവർ, അവന് ദൈവമുണ്ട് എന്നും അവൻ്റെ അടുക്കലേക്ക് വരുന്നവർക്ക് പ്രതിഫലം കൊടുക്കുമെന്ന് വിശ്വസിക്കേണ്ടതല്ലയോ? ഇന്ന് പ്രഭാതത്തിലൊന്ന് വിശ്വസിച്ച്, അബ്രഹാം വിശ്വസിച്ചതുപോലെ, യാക്കോബ് വിശ്വസിച്ചതുപോലെ, കുഞ്ഞെ, നീ ഒന്ന് വിശ്വസിക്കുക. നിന്നെ കൈക്ക് പിടിച്ചുയർത്തുന്ന ഒരു ദൈവം നിന്നോട് കൂടെ ഇരിക്കുകയാ. ഓ ജീസസ്, ഹല്ലേലൂയ. കൈക്ക് പിടിച്ചുയർത്തുന്ന ദൈവം കൂടെയുണ്ട്. നിന്റെ വിശ്വാസം പോലെ ഭവിക്കട്ടെ. കർത്താവിൻ്റെ അടുക്കലേക്കൊന്ന് വന്നേ, നിന്റെ വിശ്വാസം പോലെ ഭവിക്കട്ടെ. ഒരുമിച്ച് കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ജനത്തെ അങ്ങനെ തന്നെ അനുഗ്രഹിക്കുന്നു. നിന്റെ വിശ്വാസം പോലെ ഭവിക്കട്ടെ. കർത്താവിലുള്ള വിശ്വാസം, യേശുവിലുള്ള വിശ്വാസം, രക്തസ്രാവക്കാരി സ്ത്രീ വിശ്വസിച്ചതുപോലെ ആ വിശ്വാസം വർദ്ധിക്കട്ടെ. ആത്മാവിൽ അനുഗ്രഹിക്കുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അസാധാരണമായ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കും. യഹോവ കൂടിരിക്കും, ആത്മാവിൽ ബലപ്പെടുത്തും. അദൃശ്യമായ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്നപ്പ കർത്താവിൻ്റെ കരം കൂടിരിക്കുന്നതിനായി സ്തോത്രം. ആത്മാവിൽ ബലപ്പെടുത്തുന്നു. ദൈവരാജ്യത്തിൻ്റെ കർത്താവെ മുത്തുകളായി, ദൈവരാജ്യത്തിൻ്റെ വക്താക്കളായി ജനത്തെ ഈ വചനം കേൾക്കുന്നവരോട് കാണുന്നതിനായി സ്തോത്രം. ആ വചനം കൈമാറുന്നു. നിന്റെ വിശ്വാസം പോലെ ഭവിക്കട്ടെ. യേശുവിലുള്ള വിശ്വാസം പോലെ അങ്ങനെ തന്നെ ഭവിക്കട്ടെ. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥനയിട്ടിയാൽ സ്തോത്രം. എല്ലാ മാനവമുഖത്തോടെ എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടി ഇരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവത്തിൻ്റെ വിശാലമേറിയ ചെറുകടിയിൽ നമ്മളെ മറയ്ക്കപ്പെടുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്.